നിനക്ക് എന്നെ വേണോ എന്ന് അവളുടെ മിഴികൾ മന്ത്രിച്ച പോലെ തോന്നി അവന്. അവൾ പെട്ടെന്ന് ആ നോട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി. എന്തുകൊണ്ടോ? എന്നിട്ട് അവനെ ബെഡിലിരിക്കാൻ ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് അവന് സ്വയം നിയന്ത്രണം വന്നേ. ഷീ, എൻ്റെ നിയന്ത്രണം പൂർണ്ണമായി വിട്ടിരിക്കുന്നുവല്ലോ, രുദ്രൻ ഞെട്ടലോടെ വിചാരിച്ചു. അവൻ തൻ്റെ കണ്ണുകളെ നിലത്ത് താഴ്ത്തി. അവൻ്റെ തല തോർത്തി കൊടുക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് ആ കാര്യം അവൻ്റെ കണ്ണിൽ പെട്ടത്. അവളുടെ സാരിയുടെ നേരിയ വിടവിലൂടെ അവളുടെ ആലില വയറിലെ മനോഹരമായ ആ ചെറിയ കറുത്ത മറുക് അവൻ്റെ കണ്ണിലൊടുക്കി. ആ സൗന്ദര്യം അവനെ വല്ലാതെ ആകർഷിച്ചു. അറിയാതെ അവൻ്റെ നിയന്ത്രണം വിട്ടുപോയി. അവനിലെ ഭർത്താവ് ആ ഭാഗത്തേക്ക് അടുക്കാൻ വെമ്പൽ കൊണ്ടു. അവൻ്റെ മനസ്സിൽ ഒരു പോരാട്ടം തന്നെ നടന്നു. രുദ്രോ, നിനക്ക് നിയന്ത്രണം വിടാൻ സമയമായിട്ടില്ല. നോക്കരുത്, തൊടാൻ പോവല്ലേ. അവൾ നിന്റെ ഭാര്യയാണെങ്കിൽ പോലും അവളുടെ അനുവാദം കിട്ടാതെ ആ മറുകിലെ സ്പർശിക്കാൻ നിനക്ക് അവകാശമില്ല, അവൻ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് തലതോർത്തിക്കൊണ്ടിരിക്കുന്ന ഗായത്രി തൻ്റെ ശരീരത്തിലെ ആ തണുത്ത നോട്ടം ശ്രദ്ധിച്ചത്. അവൾക്ക് ആകെ ഒരു നാണവും ചമ്മലും തോന്നി. അവളുടെ ഹൃദയം പെരുമ്പറ കൊട്ടാൻ തുടങ്ങി. അവൾ പെട്ടെന്ന് തോർത്ത് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സാരിയുടെ മടക്കുകൾ ഭംഗിയാക്കി നേരെ കുത്തി. എന്നിട്ട് കുഞ്ഞിൻ്റെ അടുത്തേക്ക് നടന്നു. എന്നാൽ ആ നിമിഷം ആ നോട്ടവും നിശബ്ദമായ സ്പർശനങ്ങളും ഇരുവരുടെയും ഉള്ളിലെ പേരറിയാത്ത മനോഹരമായ ഒരു അനുഭൂതിയുടെ, അതായത് പ്രണയത്തിൻ്റെ അലകൾ സൃഷ്ടിച്ചു. പിന്നെ അങ്ങനെയൊന്നും അവർ സംസാരിച്ചില്ല. പകരം രണ്ടാളും പരസ്പരമുള്ള ഒളിഞ്ഞ നോട്ടമായി. ഓരോ തവണയും പരസ്പരം നോക്കുമ്പോൾ അവരുടെ കണ്ണുകൾ ഒടുക്കുമ്പോൾ രണ്ടാളുടെ മുഖത്ത് നല്ലൊരു പുഞ്ചിരി വിടർന്നു. അങ്ങനെ രുദ്രനും ഗായത്രിയും കൂടി അവരുടെ ശിവമോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ഗായത്രിയായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. രുദ്രൻ്റെ കയ്യിലായിരുന്നു ശിവമോള്. കാറിൽ നല്ലൊരു റൊമാൻറ്റിക് സോങ് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോങ് കേൾക്കുമ്പോഴും രുദ്രൻ ഗായത്രി തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ നോട്ടം ഗായത്രിയിൽ സ്പർശിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതി തോന്നി അവൾക്ക്. അങ്ങനെ രണ്ടാളും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തി. ഡോക്ടറെ കാണാനായി പുറത്ത് വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് നേഴ്സ് വന്ന് അവരുടെ ഡോക്ടർ നമ്പർ ആയെന്ന് പറയുന്നത്. അങ്ങനെ അവർ ഡോക്ടറെ കാണാനായി ഉള്ളിലേക്ക് കയറി. ഡോക്ടർ ഗായത്രിയെ കണ്ടതും അവളുടെ അടുത്തേക്ക് വന്ന് അവളെ സൈഡ് ഹഗ് ചെയ്തു. ഹായ് ഡിയർ, നീയാണോ വന്നത്? നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ ഡോക്ടറിൻ്റെ ഫ്രണ്ടാണെന്ന്? അപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഡോക്ടർ ചോദിച്ചു. അപ്പോൾ ഗായത്രി പറഞ്ഞു, അതല്ലടാ, എല്ലാം അതിൻ്റേതായ പ്രൊസീജിയറിൽ തന്നെ നടക്കണതല്ലേ നല്ലത് എന്ന്. എനിവേ, കുറേ ആയി കണ്ടിട്ട് തന്നെ, ഗായത്രിയോട് ഡോക്ടർ പറഞ്ഞു. ഡോക്ടറിൻ്റെ ഇത്തരത്തിലുള്ള അടുത്ത ഇടപെടലുകൾ കണ്ടപ്പോൾ രുദ്രൻ്റെ ഉള്ളിലും ഇത്തിരി കുശുമ്പൊക്കെ വന്നു. അവൻ്റെ കെട്ടിയോളോട് ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇടപെടുന്നത് അവൻ ഇഷ്ടാവില്ലല്ലോ. അവൻ ഡോക്ടറെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഡോക്ടറും അവനെ ശ്രദ്ധിച്ചത്. ഡോക്ടർ ഗായത്രിയോട് ചോദിച്ചു. അപ്പോൾ ഗായത്രി രുദ്രനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ കെട്ടിയോനാ എന്ന്. രുദ്രന് സന്തോഷമായി. കെട്ടിയോൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈ പിടിച്ചപ്പോൾ അപ്പോൾ ഡോക്ടർ അവനെ നോക്കി. ഇതേ സമയം ഡോക്ടർ ശരത് ഒരു പുഞ്ചിരിയോടെ രുദ്രന് നേരെ കൈനീട്ടി. ഹലോ രുദ്രൻ, ഞാൻ ഡോക്ടർ ശരത്, ഗായത്രിയുടെ കോളേജ് ഫ്രണ്ടാണ്, അയാൾ പറഞ്ഞു. രുദ്രൻ പെട്ടെന്ന് ചിന്തകളിൽ നിന്ന് ഉണർന്ന് ഹലോ ഡോക്ടർ, അവൻ സ്നേഹത്തോടെ കൈ കൊടുത്തു. കുഞ്ഞുനാൾ മുതലേ ഞങ്ങൾ ഒരേ സ്കൂളിലായിരുന്നു പഠിച്ചത്. അന്ന് തൊട്ട് ഞങ്ങൾ നല്ല കൂട്ടുമായിരുന്നു. ഒരുപാട് കളിച്ചും വഴക്കിട്ടും നടന്നിട്ടുണ്ട്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. പിന്നെ കുറേ കാലം ഞങ്ങൾ അയൽക്കാരുമായിരുന്നു. പിന്നെ ഞാൻ ഉപരിപഠനത്തിനായി പോയപ്പോൾ ആ ബന്ധത്തിന് ചെറിയൊരു ഗ്യാപ്പ് വന്നു. എന്നാലും ഞങ്ങളുടെ സൗഹൃദം ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വിളിക്കാറൊക്കെ ഉണ്ട്, ശരത് സൗഹൃദം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഓഹോ, അപ്പോൾ ചെറുപ്പം തൊട്ടുള്ള ബന്ധമല്ലേ? രുദ്രൻ്റെ വാക്കുകളിലും സൗഹൃദം കലർന്നിരുന്നു. അതെ, എന്തായാലും നിങ്ങളെ വന്ന് നന്നായി. കുറേ നാളായി ഞാൻ ഇവളെ കണ്ടിട്ട്, ശരത് കൂട്ടിച്ചേർത്തു. അങ്ങനെ അവർ പഴയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശരത് താൻ ചോദിക്കാൻ വന്ന കാര്യം ഓർത്തത്. അല്ല, ഇപ്പോൾ എന്തിനാ വന്നേ? എന്തുപറ്റി? എന്തെങ്കിലും സീരിയസ് പ്രശ്നമുണ്ടോ? ശരത് ഗൗരവത്തിൽ ചോദിച്ചു. ഗായത്രി പെട്ടെന്ന് മറുപടി പറഞ്ഞു. അതൊന്നുമില്ലടാ, ഇന്നലെ രാത്രി ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി. ഇവൻ്റെ കൈ ചെറുതായിട്ട് ടേബിളിൽ തട്ടി മുറിഞ്ഞു. വലിയ മുറിവൊന്നുമില്ല. ഞാനൊരു ബാൻഡേജൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ മുറിവ് കാണുമ്പോൾ എന്തോ സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് വന്നത്. ഗായത്രിയുടെ വാക്കുകൾ കേട്ട രുദ്രൻ അവളെ സ്നേഹത്തോടെ നോക്കി.
ചെറിയൊരു മുറിവിന് പോലും അവൾ കാണിക്കുന്ന കരുതൽ അവന് വലിയ സന്തോഷം നൽകി. ശരത് രുദ്രന്റെ കൈ പരിശോധിച്ചു. ഇതാണോ ആ മുറിവ്? ഇത് കണ്ടപ്പോൾ പേടിച്ചോ ഗായത്രി? പേടിക്കാനൊന്നുമില്ല, മുറിവ് ചെറുതാണ്, പക്ഷെ കെയർ ചെയ്യണം, ശരത് പറഞ്ഞു. എന്നിട്ട് അവൻ ആ മുറിവ് വൃത്തിയാക്കാനും ഡ്രസ്സിങ് ചെയ്യാനുമുള്ള കാര്യങ്ങൾ തയ്യാറെടുത്തു. രുദ്രന്റെ മുറിവിന്റെ വേദന ഗായത്രിയുടെ മുഖത്ത് പ്രകടമായിരുന്നു കേട്ടോ. രുദ്രന്റെ കൈ ശുദ്ധീകരിച്ച് പശയുള്ള ബാൻഡേജ് ഇടുമ്പോൾ ഗായത്രി കണ്ണ് ചിമ്മി അവനെ ചേർത്തു പിടിച്ചു. അവരുടെ പ്രണയത്തിന്റെ ആഴം ശരത്തും മനസ്സിലാക്കി. അവൻ ചിരിച്ചു. രുദ്രന്റെ മുറിവ് വൃത്തിയാക്കി കെട്ടിവെച്ച ശേഷം ശരത് ഗായത്രിയുടെ നേർക്ക് തിരിഞ്ഞു. ഒരു കൗതുകത്തോടെ രുദ്രനെ പാളി നോക്കിക്കൊണ്ട് അവൻ ഗായത്രിയോട് ചോദിച്ചു, എടി സത്യം പറ, നീ വളച്ചെടുത്തതല്ലേ ഈ ചെറുക്കനെ? ഗായത്രി പൊട്ടിച്ചിരിച്ചുപോയി. രുദ്രൻ ആകാംക്ഷയോടെ ഗായത്രിയെ നോക്കി നിന്നു. ഗായത്രി ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു, അതേടാ, വളച്ചെടുത്തത് തന്നെയാണ്, പക്ഷെ ഞാനല്ല, ഇവനാണ്. ഇവൻ എന്നെ വളച്ചെടുക്കുകയായിരുന്നു, അവൾ പറഞ്ഞു. എന്നിട്ട് രുദ്രനെ നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു. ഗായത്രിയുടെ ആ മറുപടി കേട്ട് രുദ്രന്റെ മുഖത്ത് ഒരു നാണം കലർന്ന ചിരി വിരിഞ്ഞു. അവനും ഗായത്രിയെ നോക്കി ഒന്ന് കണ്ണിറക്കി. ആ നിമിഷം തങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്നതായി അവൻ അറിഞ്ഞു. അവരുടെ ബന്ധത്തിലെ ഔദ്യോഗികമായ അതിർവരമ്പുകളെല്ലാം മാഞ്ഞു പോവുകയായിരുന്നു. എന്തായാലും നല്ല ജോഡിയാ, ശരത് ചിരിച്ചുകൊണ്ട് അവരെ യാത്രയാക്കി. ഡോക്ടറിനോട് ബായ് പറഞ്ഞ രുദ്രനും ഗായത്രിയും അവരുടെ 6 മാസം പ്രായമുള്ള ശിവമോളുമായി പുറത്തേക്ക് ഇറങ്ങി. കാറിൽ കയറിയ ശേഷവും രുദ്രന്റെ മനസ്സിൽ സന്തോഷം അലതല്ലുകയായിരുന്നു. ഗായത്രിയുമായി ചെലവഴിക്കാൻ കഴിയുന്ന ഈ നിമിഷങ്ങൾ അവന് മതിയാവുന്നില്ലായിരുന്നു. സാധാരണ വീട്ടിൽ പോയാൽ അവിടെ എല്ലാവരും ഉണ്ടാവുമല്ലോ, എന്നാൽ ഇപ്പോൾ കുഞ്ഞും രുദ്രനും ഗായത്രിയും മാത്രമേ ഉള്ളൂ. ഒരു കോൺട്രാക്ട് മാരേജ് ആണെങ്കിലും ഗായത്രി തൻ്റെ ബോസ് ആണെങ്കിലും തൻ്റെ മകൾക്ക് അമ്മയാകാൻ വേണ്ടി മാത്രം തന്നെ വിവാഹം കഴിച്ചവളാണെങ്കിലും ഇപ്പോൾ അതെല്ലാം അവൾ മറന്നിരിക്കുന്നു എന്ന് രുദ്രന് ബോധ്യമായി. കുഞ്ഞിനെ മാത്രമല്ല, തന്നെയും ഗായത്രി സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു, ഭർത്താവായി കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. രുദ്രന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ ഗായത്രി ചേർത്ത് പിടിക്കാൻ വല്ലാതെ ആഗ്രഹിച്ചു. അവൻ സ്നേഹത്തോടെ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന രുദ്രന്റെ നോട്ടം ഗായത്രി ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകളിലും അതേ പ്രണയത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. ഗായത്രി രുദ്രനോട് ചോദിച്ചു, എടോ, നമുക്ക് ബീച്ചിൽ പോയാലോ? ഗായത്രിയുടെ ആ ചോദ്യം രുദ്രനെ അത്ഭുതപ്പെടുത്തി. അവൻ്റെ മനസ്സിൽ അവൻ ആഗ്രഹിച്ചിരുന്ന കാര്യം, ഗായത്രിയും കുഞ്ഞുമായി ഒന്ന് ബീച്ചിൽ പോകണമെന്ന്, അത് ഗായത്രി തന്നെ ചോദിച്ചതിൽ അവൻ ഒരുപാട് സന്തോഷമായി. അവൻ അതിശയത്തോടെ തലയാട്ടി. ബീച്ചിലോ? പോവാം, മോൾക്ക് കുറച്ച് കാറ്റൊക്കെ കൊള്ളാലോ, രുദ്രൻ പറഞ്ഞു. എന്നാൽ വൈകണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് വിടാം, ഗായത്രിയും പറഞ്ഞു. അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ആ നിമിഷം അവർ സമയം പാഴാക്കിയില്ല. ഗായത്രി കാറ് ബീച്ചിലേക്ക് തിരിച്ചു. അവരുടെ ജീവിതത്തിലെ പുതിയൊരു സന്തോഷ നിമിഷത്തിന് തുടക്കമിട്ടുകൊണ്ട് കാർ മുന്നോട്ട് കുതിച്ചു. അങ്ങനെ അവരുടെ കാർ ബീച്ചിലേക്ക് എത്തി. ഗായത്രി ആദ്യം കുഞ്ഞിനെ എടുത്തുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി. കടൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂര്യൻ്റെ ചുവപ്പ് രശ്മികൾ കടൽ വെള്ളത്തിൽ തട്ടിത്തിളങ്ങുമ്പോൾ ആ കാഴ്ച കാണുന്ന രുദ്രന്റെ കണ്ണുകളും നിറഞ്ഞു. സന്തോഷം കൊണ്ടും ഈ മനോഹര നിമിഷങ്ങൾ തൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പമുള്ളതിലുള്ള വികാരം കൊണ്ടുമാവാം. കണ്ണിൽ ചെറിയ തുള്ളികൾ വന്നു മൂടിയിട്ടുണ്ടായിരുന്നു. ഗായത്രി അത് ശ്രദ്ധിച്ചു. അവൾ എന്താ എന്ന് ചോദിച്ചു. അവൻ ഒന്നുമില്ലെന്ന് തലയാട്ടി. ആ തിരമാലകളുടെ സൈഡിലൂടെ തണുത്ത കാറ്റേറ്റ് ഗായത്രിയുടെ കൈയും പിടിച്ച് നടക്കാൻ അവൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്തോ മടി, അവനത് ചെയ്തില്ല. അവർ അങ്ങനെ കുറച്ചു നേരം മണലിലിരുന്നു. അപ്പോഴാണ് ഐസ്ക്രീം വിൽക്കുന്ന വണ്ടിയുടെ ശബ്ദം കേട്ടത്. രുദ്ര, ഞാനൊരു ഐസ്ക്രീം വാങ്ങിട്ട് വരാം എന്ന് പറഞ്ഞ് ഗായത്രി എഴുന്നേറ്റ് പോയി. ഗായത്രി പോയപ്പോൾ രുദ്രൻ കുഞ്ഞിനെ എടുത്ത് കുറച്ചും കൂടി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് പോയിരുന്നു. അപ്പോഴാണ് പുറകിൽ നിന്ന് ഒരു പരിചിതമായ ശബ്ദം കേട്ടത്. രുദ്രന്റെ ആദ്യ ഭാര്യ ഒരു ചിത്രയുടേതായിരുന്നു അത്. ചിത്ര എന്തിനാ ഇപ്പോൾ വന്നേ? ഇനി അവള് രുദ്രൻ്റെയും ഗായത്രിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുമോ? അതോ ശിവമോളെ കൊണ്ടുപോകുമോ? നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.